ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്കാനറിനെ പറ്റിയാണ്. നമുക്ക് ഇൻട്രാ ട്രേഡിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കാനറാണ്. അപ്പോൾ ഈ ഒരു സ്കാനർ നമുക്ക് ഫയേഴ്സ് വൺ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഫയേഴ്സിൻ്റെ ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഡക്ട്സിൽ ഫയേഴ്സ് വൺ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ലോഗിൻ ഐ ഡി വെച്ച് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫയേഴ്സിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫയേഴ്സിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വഴിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എൻ്റെ പ്രൈവറ്റ് ടെലിഗ്രാം ചാനലിലും നിങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഫയേഴ്സ് വൺ ലോഗിൻ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ F&O അനാലിസിസ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ലൈവ് സ്കാനർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ സ്കാനറാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. അത് ഹൈ ലോ ഫിൽറ്റർ ചെയ്യാം. അതായത് പുതിയ ഹൈ എടുത്ത് പോകുന്ന സ്റ്റോക്കുകൾ വേണമെങ്കിൽ ഫിൽറ്റർ ചെയ്യാം. ഇപ്പോൾ ഹൈ ഫ്രം സ്റ്റാർട്ട്, അത് സ്റ്റാർട്ടിങ് മുതൽ ഹൈ എടുത്ത് പോകുന്നതും സ്റ്റാർട്ടിങ് മുതൽ ലോ എടുത്ത് വരുന്ന സ്റ്റോക്കുകളാണ് നമുക്ക് ഫിൽറ്റർ ചെയ്യാവുന്നത്. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്രം സ്റ്റാർട്ടാണ്. അപ്പോൾ പുതിയ ഹൈ എടുത്ത് പോകുന്ന സ്റ്റോക്കുകൾ എടുക്കാം. അപ്പോൾ ഇതിൽ നമ്മുടെ കൺസെപ്റ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് നമുക്ക് ബ്രേക്കൗട്ട് ഫെയിലറാണ് മാർക്കറ്റിൽ അധികം വരാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈ ഒരു ഹൈ എടുത്ത് പോകുന്ന സ്റ്റോക്കുകളിൽ നമുക്കൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് വരുന്നത് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോക്ക് സെലക്ട് ചെയ്ത് ആ ഒരു ലെവൽ ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. നമുക്ക് ഹൈ ഫ്രം സ്റ്റാർട്ട് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 9:15 മുതൽ 9:20 വരെയുള്ള ടൈം അവോയ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ മാർക്കറ്റ് ആ ഓപ്പണിംഗ് ചെയ്യുമ്പോൾ ടൈമിൽ നല്ലൊരു വോളൈറ്റിലായിരിക്കും. 9:20 ശേഷം വരുന്ന സ്റ്റോക്സ് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം 3-4 സ്റ്റോക്സ് മാത്രം സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ 9:20 യൂണിയൻ ബാങ്ക് വന്നിട്ടുണ്ടായിരുന്നു ഫ്യൂച്ചർ. ന്യൂ ഹൈ ഫ്രം സ്റ്റാർട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചാർട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എങ്ങനെ നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെയാണ് നമുക്ക് ആ ഒരു സിഗ്നൽ വന്നത്. അപ്പോൾ നമുക്കത് ബ്രേക്ക് ഔട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്യാം. പ്രീവിയസ് ഡേ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മുടെ ലെവൽസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന് നമ്മുടെ ഈ ഒരു ലെവൽസ് ഉണ്ടല്ലോ, അതായത് പ്രീവിയസ് ഡേ ഹൈ ലെവൽ താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ നമുക്കൊന്ന് സെല്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, സെല്ല് ചെയ്തിട്ട് ഈ തൊട്ട് മുകളിലത്തെ കാൻഡിലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ മതി. കണ്ടോ, അവിടെ നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടാണ് വീണ്ടും തിരിച്ച് കയറുന്നത്. അപ്പോൾ നമുക്കിവിടെ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. അത് അടുത്ത നിയറസ്റ്റ് സപ്പോർട്ട് ലെവൽ എവിടെ വരുന്നത്, ആ ഒരു സപ്പോർട്ട് ലെവൽ നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് 1:2 ടാർഗറ്റൊക്കെ ഫിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സ്റ്റോക്സ് ഏതാ നോക്കാം. അടുത്ത നാഷണലും വന്നിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നാഷണൽ നല്ല രീതിയിൽ കയറിപ്പോയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ ഈ ഒരു ലെവൽസിന് താഴെ ബ്രേക്കൗട്ട് ചെയ്താൽ മാത്രമാണ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി വരത്തുള്ളൂ. അത് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ലെവൽസ് ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നാഷണൽ നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അൽക്കീം നോക്കാം. അപ്പോൾ ഇതിവിടെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, ഇത് പ്രീവിയസ് ഡേ ഹൈ ആണ്. കണ്ടോ, ഈ ഒരു ലെവൽ ഹൈ ആണ്. ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, കണ്ടോ, ഇവിടെ ബ്രേക്കൗട്ട് താഴെ ബ്രേക്കൗട്ട് വന്നു. കണ്ടോ, വീണ്ടും അത് റീടെസ്റ്റ് ചെയ്തു നല്ല രീതിയിൽ താഴേക്ക് വന്നു. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ ഇവിടെയൊക്കെ കവർ ചെയ്യാവുന്നതാണ്. കണ്ടോ, ഇവിടെയാണ് പിന്നെ ആ ഒരു ബ്രേക്കൗട്ട് ചെയ്ത് കയറിപ്പോയിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത AU ബാങ്ക് ആണ്. അപ്പോൾ AU ബാങ്ക് നമുക്ക് ചാൻസ് കിട്ടിയിട്ടില്ല. നല്ല രീതിയിൽ അപ്സൈഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ടൊറൻറ്റ് ഫാം നോക്കാം. ടൊറൻറ്റ് ഫാമും നല്ല രീതിയിൽ കണ്ടോ അപ്സൈഡ് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചാൻസ് കിട്ടിയില്ല. അടുത്ത സ്റ്റോക്സിൽ ഏതെങ്കിലും നോക്കാം. ഇവിടെ ഏഷ്യൻ പെയിൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏഷ്യൻ പെയിൻറ്റ് നല്ല രീതിയിൽ കയറിയിരിക്കുകയാണ്. നമുക്ക് ആ ഒരു ബ്രേക്കൗട്ട്, അതായത് ഈ ഒരു ഹൈ ബ്രേക്കൗട്ട്, അതായത് പ്രീവിയസ് ഡേ ഹൈ വരുന്ന ലെവൽസ് ബ്രേക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് സെല്ലിങ് വരുന്നത്. ഇപ്പോൾ ആ ലെവൽസ് മുകളിലാണ് ട്രേഡ് നടക്കുന്നത്. ഇവിടെ UPL വന്നിട്ടുണ്ട്. ഓക്കെ, UPL നമുക്കിവിടെ കാണാൻ സാധിക്കും. കണ്ടോ, പ്രീവിയസ് ഡേ ഹൈ വന്നിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. കണ്ടോ, ഇതാണ് പ്രീവിയസ് ഡേ ഹൈ വന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ ബ്രേക്ക് ചെയ്തപ്പോൾ ഉണ്ടോ നമുക്കിവിടെ സെല്ലിംഗ് ആണ്. കണ്ടോ, റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ചെറിയ രീതിയിലൊക്കെ നമുക്ക് സ്കാൽപ്പിംഗ് നോക്കി ചെയ്യാവുന്നതാണ്. IOC, അപ്പോൾ നമുക്ക് എല്ലാ സ്റ്റോക്സും വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3-4 സ്റ്റോക്ക് സെലക്ട് ചെയ്താൽ മതി. കണ്ടോ, ഇപ്പോൾ IOC നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ യൂസ്ഡ് ഹൈ മാർക്ക് ചെയ്യാം. ആ ഹൈ വരുന്ന റെസിസ്റ്റൻസ് ഏരിയയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇവിടെ നല്ല രീതിയിലാണ് ട്രേഡ് നടന്നിരുന്നത്. അപ്പോൾ നമ്മളിത് ബ്രേക്കൗട്ട് ഹൈ ബ്രേക്ക് ചെയ്തെന്ന് വെച്ചാൽ ബൈ എടുത്ത് തന്നെ റിസ്ക് ആണ്. ഇതേപോലെ റിവേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, ഇവിടെ നമുക്ക് സെല്ലുണ്ട്. കണ്ടോ, ഇവിടെ സെല്ല് ചെയ്യാം. കണ്ടോ, വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്കാണ് വരുന്നത്. ഓക്കെ,
അപ്പോൾ നമ്മൾ അധികവും ഒരു 9:20 ശേഷമുള്ള സ്റ്റോക്കുകൾ സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ സെക്കൻഡിലും ഇതുപോലെ സ്റ്റോക്കുകൾ വന്നുകൊണ്ടിരിക്കും. നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സ്റ്റോക്സുകൾ നമ്മൾ സെലക്ട് ചെയ്ത് ചെക്ക് ചെയ്യണം. നമ്മൾ ചാർട്ട് നോക്കി ചെക്ക് ചെയ്യണം. എന്നിട്ട് ആ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ BHയിൽ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം, ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ BHൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഇവിടേക്ക് ഉള്ളപ്പോഴാണ് ആ ഒരു ലെവൽസ് വരാം. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് അപ്പ് സൈഡ് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഡേ ഹൈ ആ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ സെയിൽ ചെയ്യാം. ഉണ്ടോ, ഇവിടെ സെല്ലാണ്. അപ്പോൾ സെല്ല് ചെയ്തു, വീണ്ടും റീടെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ താഴേക്ക് വരുന്നില്ല, മുകളിലേക്ക് വീണ്ടും ക്യാൻഡിൽ ക്ലോസ് ചെയ്യാമെങ്കിൽ നമ്മളവിടെ എക്സിറ്റ് ചെയ്ത് മാറാം. കാരണം അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം മാർക്കറ്റ് ആ ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ചേർന്ന് മനസ്സിലാക്കണം. അതല്ല വീണ്ടും ഇവിടെ താഴേക്ക് വരാണെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ലോസ് ഇട്ട് ഹോൾഡ് ചെയ്യാവുന്നതാണ്. പിന്നെ SBI ലൈഫ് വന്നിട്ടുണ്ട്. അപ്പോൾ SBI ലൈഫ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ, പ്രീവിയസ് ഡേ റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു, നമുക്ക് സെയിലാണ്. സെല് ചെയ്യാം. അപ്പോൾ നമുക്ക് മുകളിൽ ക്ലാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊന്ന് എക്സിറ്റ് ചെയ്ത് മാറാം. വീണ്ടും താഴെ ക്ലോസ് ചെയ്യുമ്പോൾ സെല് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വൺ സൈഡ് ഒരു മൂവ്മെൻറ്റ് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യം കുറച്ച് ദിവസങ്ങളിൽ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം മാത്രം നിങ്ങൾ റിയൽ ട്രേഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളിത് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സ്റ്റോക്സുകളുടെ തിരിച്ച് അത് ബ്രേക്ക് ഔട്ട് ഫെയിലിയർ സ്ട്രാറ്റജിയാണ്. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സ്റ്റോക്സുകളിൽ അധികം പേരും ബൈ ആണ് ചെയ്യാറ്. പക്ഷേ ചില സമയത്ത് അത് തിരിച്ച് റിവേഴ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ റിവേഴ്സ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചെറിയൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടാറുണ്ട്. ആ ഒരു സ്ട്രാറ്റജിയാണ് നമ്മളിവിടെ നോക്കിയത്. അപ്പോൾ ഈ ഒരു സ്കാനറാണ് നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഫ്യൂച്ചർ സ്കാനറാണ്. നിങ്ങൾ സ്റ്റോക്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ആ സെയിം ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഫ്യൂച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റോക്ക് ചാർട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കത് ഫോളോ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കാനർ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഫയർസ്1 അക്കൗണ്ട് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു സ്കാനർ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫയർസിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഫയർസിൽ ഫ്രീ ആയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കാനർ മാത്രമല്ല ഒരുപാട് സ്കാനേഴ്സും വേറെ ഉണ്ട്. അപ്പോൾ മറ്റൊരു സ്കാനേഴ്സിനെ പറ്റിയുള്ള വീഡിയോ അടുത്ത് തന്നെ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.